ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ. ഈ മുഖം പൊത്തിയും ഷാളും മറച്ചുമൊക്കെ വരുന്ന ഇവളെ ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമോ? ഇല്ലല്ലേ? ഞാൻ പറയാം. ഇതാണ് സന്ധ്യ. 35 വയസ്സുള്ള സന്ധ്യ 2 മക്കളുടെ അമ്മയാണ്. 10 വയസ്സുള്ള ഒരു ആൺകുഞ്ഞും അതുപോലെ 3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞുമുള്ള ഒരു അമ്മയായിരുന്നു. ഈ അമ്മയാണ് നമ്മളെല്ലാവരെയും ഞെട്ടിച്ച ഒരു കുറ്റകൃത്യം ചെയ്തത്. എല്ലാവർക്കും അറിയാം. അംഗനവാടിയിൽ നിന്നും സ്വന്തം കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോയിട്ട് നിസ്സാരമായിട്ട് ഒരു ഇല എറിഞ്ഞ് കളയുന്ന പോലെ ആ ഒരു കുഞ്ഞിനെ പാലത്തിന് മേളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു കളഞ്ഞ ആ ഒരു അമ്മയാണിത്. ഇവൾക്ക് മാനസികമായിട്ടുള്ള എന്തോ പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇവളുടെ കുടുംബക്കാരാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ ആണെങ്കിലും പറയുന്നത്. ഇവൾക്കൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു മാനസിക വെല്ലുവിളി നേരിടുന്നവളാണെങ്കിൽ അവൾ ഇന്ന് ഈ ഒരു രീതിയിൽ മുഖം മറച്ച് നടക്കാനുള്ള ആ ഒരു ഇതൊക്കെ അവൾക്കുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ അവൾക്കറിയാം അവൾ ചെയ്ത് കുറ്റമാണ് എന്നറിയാം. ഇവൾക്ക് മാനസികമായിട്ട് ഒരു കുഴപ്പമില്ല. ഇവൾക്ക് നല്ല ഒന്നാന്തരം അടി കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ്. ഒരു കുഞ്ഞ് ഏറ്റവും സുരക്ഷിതം എന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ കയ്യിലാണല്ലേ. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെയുമല്ല. സ്വന്തം അമ്മയുടെ കയ്യിൽ പോലും കുഞ്ഞുങ്ങൾ സുരക്ഷിതമല്ല എന്നുള്ളതിന് തെളിവുകളാണ് ഇതുപോലെ ഓരോ കുറ്റകൃത്യങ്ങൾ. എങ്ങനെ നമുക്ക് ഇതൊക്കെ കണ്ട് എങ്ങനെ സഹിക്കുമെന്ന് പറ. ആ ഒരു കുഞ്ഞിനെ എത്ര സ്നേഹത്തായിട്ട് വളർത്തിയതായിരിക്കും അല്ലേ. പക്ഷേ ഇവൾ ഇതിനു മുന്നേയും ഇതുപോലെ കുഞ്ഞുങ്ങളെ ഇതുപോലെ അപായപ്പെടുത്താൻ ഇവൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്ത അവളാണെങ്കിൽ എന്തിനാണ് ആ കുഞ്ഞുങ്ങളെ വീണ്ടും അവളുടെ കൂടെ വിട്ടതും? അവൾ എന്തിനാണ് ആ ഒരു വീട്ടിൽ പിന്നെയും താമസിപ്പിച്ചത്? അവൾക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. അവൾക്ക് മാനസികമൊന്നുമല്ല. അവളെയൊക്കെ ഉണ്ടല്ലോ തൂക്കിലേറ്റണം, അതാണ് വേണ്ടത്. ഇതിലേറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയും അതുപോലെ തന്നെ നമ്മുടെ ശിക്ഷാ നിയമങ്ങളുമാണ് മാറേണ്ടത്. ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവൾക്കൊക്കെ കൊടുക്കേണ്ട ശിക്ഷ എന്താണ്? സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കേരളത്തിലെ എന്ത് കുറ്റം ചെയ്താലും, അതായത് ഇപ്പോൾ ഒരാളെ അല്ല എത്ര പേരെ കൊന്നാലും എന്ത് ചെയ്താലും കൊടുക്കുന്ന ശിക്ഷ എന്തുവാ? കുറേ നാൾ അല്ലെങ്കിൽ കുറേ വർഷം ജയിലിലിടും. ജയിലിലാണെങ്കിലും എന്താ സുഖവാസമല്ലേ. 4 നേരം ഫുഡ്, നല്ല പ്രൊട്ടക്ഷനിൽ അവർ സുഖിക്കും. എത്ര വലിയ കുറ്റം ചെയ്തവരാണേലും ഇപ്പോൾ ജയിലിൽ കിടന്ന് സുഖവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ നിയമവ്യവസ്ഥയും ഈ ഒരു ശിക്ഷാ നിയമങ്ങളും അല്ലേ മാറേണ്ടത്. ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ഇവളെപ്പോലുള്ളവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? കൊല്ലുകയല്ലേ വേണ്ടത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവക്കൊന്നും ജീവിക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ല ഇവക്കൊന്നും. ഇവളെയൊക്കെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോഴല്ലോ അവിടെയുള്ള നാട്ടുകാർ തന്നെ വല്ല കല്ലെറിഞ്ഞോ അല്ലെങ്കിൽ ഏത് രീതിയിലെങ്കിലും അടിച്ചെങ്കിലും ഇവളെ ഇല്ലാതാക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നെഞ്ച് പൊട്ടിപ്പോവാണ്. ഇന്ന് ആ കുഞ്ഞിൻ്റെ ആ ഒരു സംസ്കാര ചടങ്ങും കാര്യങ്ങളിലൊക്കെ അവളുടെ ആങ്ങളായിട്ടുള്ള മൂത്ത കുട്ടി കരയുന്ന കണ്ടപ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റിയില്ല. എന്താ പറയണ്ടേ? എങ്ങോട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പോക്കല്ലേ. കുഞ്ഞെന്നോ അല്ല സ്വന്തം കുഞ്ഞെന്നോ അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളും ഇല്ല. അതിനൊന്നും ആരും വില കൽപ്പിക്കുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു സ്ത്രീയെ കണ്ടിട്ട്, ഈ കുഞ്ഞിനെ ഈ ഒരു രീതിയിൽ കൊലപ്പെടുത്തിയ അവളെ കണ്ടിട്ട് അവൾക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നവുമില്ല. അവൾക്ക് നല്ല ബുദ്ധിയും ബോധവും മാനസികമായിട്ട് ഒരു പ്രശ്നവുമില്ല. അങ്ങനെയുള്ളവളാണെങ്കിൽ ഇവൾക്കറിയാം ഇവൾ ചെയ്തത് ഇത്രയും വലിയ ക്രൂരകൃത്യമാണെന്ന്. പോലീസുകാർ കൊണ്ടുവരുന്ന അവൾ കണ്ടില്ല, അവളുടെ മുഖമൊക്കെ പൊത്തി പിടിച്ചാണ് അവൾ വരുന്നത്. അവൾക്ക് എന്ത് കിട്ടി? ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് അവൾക്ക് എന്തെങ്കിലും കിട്ടിയോ? ഇതിലിപ്പോൾ അവൾക്ക് അങ്ങോട്ട് ചാടി ചത്താൽ പോരായിരുന്നു. ആ എട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞിനെ എന്തിനാണ് അവൾ ഈ ഒരു പാതകം ചെയ്തത്? ഒന്നും പറയാനില്ല. ഇവിടുത്തെ നിയമവ്യവസ്ഥയൊക്കെ ഇതല്ലേ. അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ദുരന്ത വാർത്തകൾ നമ്മൾ കേൾക്കണം, കാണണം. അത്രയേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ശിക്ഷാ നിയമങ്ങൾ, പേടിക്കുന്ന രീതിയിലുള്ള ശിക്ഷാ നിയമങ്ങൾ വരണം. ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളെയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ ഒറ്റയടിക്ക് തന്നെ തൂക്കിക്കൊന്നേക്കണം. അതാണ് ചെയ്യേണ്ടത്.